ഇടതു സർക്കാരിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. കട്ടതുപോലെ തന്നെ കുറ്റകരമാണല്ലോ അതിന് കൂട്ടുനിൽക്കുന്നത്. പറഞ്ഞു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനെ കുറിച്ചാണ്. ഒരുപാട് കാലമൊന്നും ഒരു കള്ളത്തരവും മറച്ചുവെക്കാൻ പറ്റില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്. തുടക്കം മുതൽ ഒരുപാട് നാടകീയതകൾക്ക് ശേഷമാണ് അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങിയത് എന്ന് പറയുന്നതായിരിക്കും ശരി. അറസ്റ്റിന് മുൻപ് തന്നെ നീണ്ട 12 മണിക്കൂർ നടന്ന ചോദ്യം ചെയ്യലിൽ പല കൊമ്പൻ സ്രാവുകളും വലയിൽ വീണിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പല പ്രമുഖരുടെയും പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടത്രേ. അവയിൽ ചിലതൊക്കെ ഇപ്പൊ തന്നെ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടിട്ടുമുണ്ട്. ദേവസ്വം ഓഫീസർമാരടക്കം ഒട്ടേറെ പേർ കൊള്ളയുടെ പങ്കുപറ്റിയെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, കേസിലെ 2ാം പ്രതി ദേവസ്വം ജീവനക്കാരൻ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് ലഭ്യമാകുന്ന സൂചന. ഇവർ തമ്മിൽ ഈ കാലയളവിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ CDR അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടത്രേ. പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സംഭവത്തിന്റെ ഒരു ഏകദേശ രൂപം വെളിവായിട്ടുണ്ട്. 2017 മുതൽ സന്നിധാന പരിസരങ്ങളിൽ കറങ്ങി നടപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന ജോലി. പതുക്കെ ദേവസ്വവുമായി അടുത്ത് സ്പോൺസർഷിപ്പും കരസ്ഥമാക്കി. ആദ്യ മോഷണമായ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് 2019 ജൂലൈ മാസത്തിലാണ്. പിന്നീട് 2020 പീഠവും ഉണ്ണികൃഷ്ണന്റെ കൈകളിലായി. ഇനിയും എത്ര കളവുകൾ. കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നൊക്കെ അറിയുന്നതോടുകൂടി വലിയൊരു കള്ളത്തരമായിരിക്കും പുറത്തു വരിക. ഇന്നലെ അർദ്ധരാത്രി മുതൽ നടത്തിയ 12 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിലാണ് പോറ്റിയെ രാത്രി വൈകിയും ചോദ്യം ചെയ്തത്. സസ്പെൻഷനിലുള്ള മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ശേഖരിച്ചതിനോടൊപ്പം തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോറ്റിയെ ചോദ്യം ചെയ്തത്. സ്വർണ്ണപ്പാളി ആർക്ക് കൈമാറി, എത്ര സ്വർണം നഷ്ടപ്പെട്ടു, ആരൊക്കെ തട്ടിപ്പിൽ ഉൾപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. 2019 ശബരിമല ശ്രീകോവിലിന് മുൻപിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും സ്വർണത്തിലുള്ള കട്ടിളപ്പാളികളും കാണാതായ 2 കേസുകളിലും 1ാം പ്രതിയായ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിലൂടെ ശബരിമല കേസിൽ പ്രതിപ്പട്ടികയിലുള്ളവരിൽ ആദ്യ അറസ്റ്റും നടന്നു എന്ന് വേണം പറയാൻ. അതായത് അയ്യപ്പന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന്. എന്തായാലും പോറ്റി അറസ്റ്റിലായതോടുകൂടി നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുകയാകും അടുത്ത ഘട്ടമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും ബോർഡ് ഭരണസമിതിയിലേക്കും പോറ്റിയുടെ സഹായി കൽപേഷ് തുടങ്ങിയവരിലേക്കും അന്വേഷണം നീളുമത്രേ. അന്വേഷണ ഉദ്യോഗസ്ഥരുടേത് ആരംഭ ശുഷ്കാന്തി മാത്രമാവാഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് അത്യാർത്തി പാടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അന്നേ കിട്ടിയത് മുണിങ്ങിക്കൊണ്ടിരുന്നിരുന്നാൽ ഈ സുയിപ്പ് വല്ലതും ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പോ അനുഭവിക്കുക തന്നെ. ഇനിയിപ്പോ അയ്യപ്പന്റെ ഇപ്പോ ഇരിക്കുന്ന വിഗ്രഹത്തിന്റെ കാര്യം കൂടി ഏമാന്മാർ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ്. അല്ല, ഭക്തജനങ്ങൾ ഇത്രയും കാലം ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെയാണോ താണ് വണങ്ങിക്കൊണ്ടിരുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയാ.